തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കുട്ടിക്കാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ അവധിക്കാലം തീരാൻ പോകുകയാ. എനിക്ക് ഭയങ്കര സങ്കടവാ. റിസ, നിനക്ക് സങ്കടമുണ്ടോ? രാവിലെ എണീക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് ഒത്തിരി സങ്കടാവുക. സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? ആ കിട്ടി, ഞാൻ പൊതിഞ്ഞു വെച്ചു. നിനക്ക് കിട്ടിയോ? എനിക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടി, ഞാൻ പൊതിഞ്ഞു വെച്ചു. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? റിസ, നീ റെഡിയാണോ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാൻ? ഞാൻ റെഡിയാ. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? അതിനു മുൻപേ നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെട്ടാലോ? ആനക്കുട്ടന്റെ പേരെന്താ? എന്റെ പേര് അമേലിയ മേരിട്ടി. ആനക്കുട്ടൻ എവിടെ നിന്നാ വരുന്നത്? അങ്കമാലി. തത്തമ്മയുടെ പേരെന്താ? സാറ. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? കാലടി. മയിലിന്റെയോ? എന്റെ പേരാണ് ജുവൽ. ഏത് കാട്ടിൽ നിന്നാ? പുളിയനം കാട്. ജിറാഫിന്റെ പേരെന്താ? അലാന. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? അകപ്പറമ്പ്. നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ റെഡിയായിട്ടാണോ വന്നിരിക്കുന്നത്? ഇന്ന് ഏത് കഥയാ കേൾക്കേണ്ടത്? നമുക്ക് ഈശോ പറഞ്ഞ ഒരു കഥ കേട്ടാലോ? ഈശോ മനുഷ്യർക്ക് സ്വർഗരാജ്യത്തെപ്പറ്റി അറിയിച്ചു കൊടുത്തിരുന്നത് ഉപമകളിലൂടെയും കഥകളിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ ഈശോ വളരെയധികം കഥകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു കഥയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ. ഒരിക്കൽ പണക്കൊതിയന്മാരായ ഫരിസേയർ ഈശോയുടെ അടുക്കൽ വന്നു. അവരെന്തിനാ വന്നതെന്നറിയാമോ? ഇല്ല, അറിയില്ല. എങ്ങനെയാണ് എത്രയും വേഗം പണക്കാരാകുന്നതെന്ന് അറിയുന്നതിനായിട്ടായിരുന്നു ഫരിസേയർ ഈശോയുടെ അടുക്കൽ വന്നത്. ഇവരുടെ പണക്കൊതി മാറ്റുന്നതിനായി ഈശോ അവരോട് ഒരു കഥ പറഞ്ഞു. ആ കഥയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ. ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. ആ ധനവാൻ ചുവന്ന പട്ടും അതുപോലെ തന്നെ മൃദുലമായ വസ്ത്രവുമായിരുന്നു ധരിച്ചിരുന്നത്. അദ്ദേഹത്തിന് എല്ലാം സുഭിക്ഷമായിരുന്നു. വീട്, ഭക്ഷണം, ഉടുപ്പുകൾ എല്ലാം അദ്ദേഹത്തിന് ധാരാളമായി ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം എന്നും മിച്ചമുണ്ടായിരുന്നു. ആ മിച്ചം വരുന്ന ഭക്ഷണമാണ് ലാസർ എന്നു പേരായ ഒരു ദരിദ്രൻ ഭക്ഷിച്ചിരുന്നത്. അയ്യോ, കഷ്ടം. എന്നും അദ്ദേഹത്തിന്റെ ഭക്ഷണമേശയിൽ നിന്നും വീഴുന്ന അപ്പം ലാസറും തെരുവ് നായ്ക്കളും ഭക്ഷിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ലാസറിന് എന്നും ധനവാന്റെ കയ്യിൽ നിന്നും ഭക്ഷണവും ലഭിച്ചിരുന്നു. ലാസറിന്റെ ദേഹത്ത് മുഴുവൻ വ്രണങ്ങളായിരുന്നു. വ്രണങ്ങളോ? ആ വ്രണങ്ങൾ തെരുവ് നായ്ക്കൾ നക്കിക്കൊണ്ടിരുന്നു. ലാസർ ഒരു ദരിദ്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കുന്നതിനായിട്ട്. പാവം ലാസർ. അതുകൊണ്ട് തന്നെ ലാസർ ധനവാന്റെ പുരയിടത്തിനു പുറത്ത് താമസിച്ചു പോന്നു. ലാസറിന് എന്നും ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ട് ലാസർ എന്നും ദൈവത്തോടും ധനവാനോടും നന്ദിയുള്ളവനായിരുന്നു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ലാസർ മരിച്ചു. ലാസറിനെ ദേവദൂതന്മാർ വന്ന് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആണോ? അവിടെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെ ഇരുത്തി. അങ്ങനെ ലാസർ അബ്രാഹത്തിന്റെ മടിയിൽ സ്വർഗരാജ്യത്ത് സന്തോഷത്തോടെ കഴിഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം ധനവാനും മരിച്ചു. ധനവാനും മരിച്ചോ? ധനവാനെ നാട്ടിലെ പ്രമാണിമാരും പുരോഹിതന്മാരും എല്ലാവരും കൂടി ആഡംബരത്തോടെ അടക്കി. പക്ഷേ നഗരത്തിലെ സാത്താന്മാർ വന്നാണ് ധനവാനെ കൊണ്ടുപോയത്. ധനവാനെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. നരകത്തിൽ എങ്ങനെയായിരുന്നു? അവിടെ ധനവാൻ വളരെ പീഡനങ്ങൾ അനുഭവിച്ചു. തീച്ചൂളയിൽ കിടന്ന് പൊള്ളലുകൾ സഹിക്കേണ്ടി വന്നു. അങ്ങനെ തീച്ചൂളയിൽ കിടന്ന് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ധനവാൻ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി. ആ മുകളിലേക്ക് നോക്കിയപ്പോൾ ധനവാൻ ലാസർ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്നത് കണ്ടു. അപ്പോൾ ധനവാൻ അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എൻ്റെ നാവ് വളരെയധികം ഉണങ്ങിയിരിക്കുകയാണ്. അങ്ങയുടെ വിരൽത്തുമ്പ് ഒരു തുള്ളി നനച്ച് എൻ്റെ നാവിൽ വെച്ചു തരണമേ എന്ന് ധനവാൻ അബ്രാഹത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ അബ്രാഹാം എന്താ ധനവാനോട് പറഞ്ഞത്? അപ്പോൾ അബ്രാഹാം പറഞ്ഞു, ധനവാനെ, നിനക്ക് ഭൂമിയിൽ എല്ലാം സുഭിക്ഷമായിരുന്നു. അപ്പോൾ നീ ലാസറിനെ
ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ലാസർ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് ഭൂമിയിൽ കഴിഞ്ഞിരുന്നത്. നിന്റെ മേശയിൽ നിന്നും വീഴുന്ന എച്ചൽ ഭക്ഷണമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. പക്ഷെ നീ അവനെ തിരിഞ്ഞു നോക്കുകയോ ഒരു കുഞ്ഞു രീതിയിൽ പോലും സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ധനവാന് താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞു, ഇത് കേട്ട ധനവാൻ എന്താ ചെയ്തത്? അബ്രാഹമേ, അങ്ങനെയെങ്കിൽ ലാസറിനെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുക. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ലാസർ അവരോട് പറയുമ്പോഴേക്കും അവർ പശ്ചാത്താപിച്ച് പാപത്തിൽ നിന്ന് വ്യതിചലിച്ച് നല്ല മാർഗം സ്വീകരിച്ച് ജീവിക്കും. അങ്ങനെയെങ്കിലും അവർ ഈ നരകത്തിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞു. അബ്രാഹമാകട്ടെ ധനവാനോട് പറഞ്ഞു, നീ പറയുന്നത് ഒരിക്കലും നടക്കുകയില്ല. അതിനുവേണ്ടി ഭൂമിയിൽ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ പറയുന്നത് അവർ കേൾക്കട്ടെ എന്ന് അബ്രാഹാം തിരിച്ചു മറുപടി പറഞ്ഞു. കൂടാതെ അബ്രാഹാം പറഞ്ഞു, ഇവിടെ നിന്ന് ആർക്കും നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് ആർക്കും സ്വർഗത്തിലേക്കോ കടക്കുവാൻ സാധിക്കുകയില്ല. ഈ 2 സ്ഥലത്തിനുമിടയിൽ ഒരു വലിയ അഗ്നിപ്പുഴയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആർക്കും യാത്ര ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ധനവാന് മാനസാന്തരമുണ്ടായി. നരകത്തിൽ കിടന്ന് വീണ്ടും അദ്ദേഹം സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം. അതെ, നമ്മുടെ ചുറ്റുമുള്ളവരെ, അതായത് പാവപ്പെട്ടവരായിക്കോട്ടെ ധനികരായിക്കോട്ടെ, അവരെയെല്ലാം നാം പരിഗണിക്കണം. അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നിറവേറ്റി കൊടുക്കുകയും നമുക്ക് കൂടുതലുള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കുകയും വേണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് പുള്ളിമാൻ പറഞ്ഞ കഥ ഇഷ്ടമായോ? നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നല്ലേ? എനിക്കിഷ്ടമായി പുള്ളിമാൻ പറഞ്ഞ കഥ. റിസയ്ക്ക് ഇഷ്ടമായോ? എനിക്കും ഒത്തിരി ഇഷ്ടമായി. എങ്കിൽ നമുക്ക് ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? റിസ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോളൂ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിക്കും. ഏതാണെന്ന് അറിയോ? ക്ലൂ തരാവോ? അതിനിപ്പോ എന്നാ ക്ലൂ തരിക? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊട്ടാരക്കരയാണോ? അല്ല. നെയ്യാറ്റിൻകരയാണോ? പേട്ടയാണോ? അല്ലല്ലോ. ഇനിയിപ്പോ എന്തായിരിക്കും? ആ, കിട്ടി. പാളയമാണോ? അതെ, പാളയം. റിസ പറഞ്ഞത് ശരിയാ, പാളയമാണ് ഉത്തരം. എങ്കിൽ കൂട്ടുകാരെ, കളിമുറ്റത്തിൽ അടുത്തെന്താ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം ടെസ്സ. അതിനെന്നെ നമുക്ക് നോക്കാലോ. കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നസ്രത്തിലെ ജോസഫ് എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സിസ്റ്റർ മാർട്ടിൻ തെരേസ് SABS ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് SABS പ്രൊവിൻഷ്യൽ ഹൗസ് ആണ്. ഈ പുസ്തകത്തിൽ 6 അധ്യായങ്ങളാണുള്ളത്. ജോസഫ് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തി, ജോസഫ് നിശബ്ദതയുടെ സൗന്ദര്യം നുകർന്നവൻ, ജോസഫ് പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവായ നീതിമാൻ, ജോസഫ് തിരുകുടുംബ പാലകനായ നസ്രത്തിലെ തച്ചൻ, വിശുദ്ധ ഔസേപിതാവ് സന്തോഷകരമായ മരണത്തിന്റെ രക്ഷകർത്താവ്, വിശുദ്ധ ഔസേപിതാവ് തിരുസഭാ സംരക്ഷകൻ എന്നിങ്ങനെ 6 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഉണ്ണീശോയെ കൈകളിലെടുത്തു നിൽക്കുന്ന ഔസേപിതാവിൻ്റേത് ഏതൊരാളും ഇഷ്ടപ്പെടുന്ന ചിത്രമാണ്. നിഷ്കളങ്കതയും പിതൃവാത്സല്യവുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഹൃദയഹാരിയായ ചിത്രമാണിത്. പരിശുദ്ധ മറിയത്തിന്റെ ഭർത്താവും തിരുകുടുംബത്തിന്റെ നായകനുമായി ദൈവം തിരഞ്ഞെടുത്ത മഹിതമാനസനായ ഈ മഹാത്മാവിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. എന്തെന്തു സംഘർഷങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കടന്നുപോയി ഈ നീതിമാൻ. എന്നിട്ടോ ദൈവദത്തമായ കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ഒരാരവുമില്ലാതെ കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. എന്നാൽ കാലം അദ്ദേഹത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ ഒന്ന് ചിന്തിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. 6 അധ്യായങ്ങളിലൂടെ വിശുദ്ധ ഔസേപ്പിന്റെ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും ദൗത്യവും രചയിതാവ് വിവരിക്കുന്നു.
വേദപുസ്തകത്തിലെ ദിവ്യവചനങ്ങളെയും തിരുസഭയുടെയും വിശുദ്ധരുടെയും മഹാന്മാരുടെയും വാക്കുകളെയും അധിഷ്ഠിതമാക്കിയാണ് രചന മുന്നേറുന്നത്. സഭയുടെ പ്രബോധനങ്ങളും പ്രാർത്ഥനകളും നിരത്തി വിശുദ്ധനോട് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു. ഈശോയുടെ പിതാവായ വിശുദ്ധ യൗസേപ്പിന്റെ ജനനം BC 30 ബെത്ലഹേമിലായിരുന്നു. അദ്ദേഹം മരിച്ചത് AD 20 നസ്രത്തിൽ വെച്ചായിരുന്നു. ദാവീദിന്റെ വിശിഷ്ട സന്താനം, ഗോത്രപിതാക്കളുടെ പ്രകാശം, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, ദൈവജനനിയുടെ വിരക്ത ഭർത്താവ്, ദാരിദ്ര്യത്തിന്റെ സ്നേഹിതൻ, വേലക്കാരുടെ ദൃഷ്ടാന്തം, കുടുംബങ്ങളുടെ ആധാരം, രോഗികളുടെ ആശ്രയം, പിശാചുക്കളുടെ പരിഭ്രമം, തിരുസഭയുടെ പാലകൻ, നന്മരണ മധ്യസ്ഥൻ എന്നീ നിലകളിൽ മനുഷ്യമക്കൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന വിശുദ്ധ ഔസേപ്പിതാവിന് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമാണുള്ളത്. ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. ഈജിപ്തിലെ അനിശ്ചിതത്വം നിറഞ്ഞ നിസ്സഹായതയിൽ അപരിചിതരും വിഗ്രഹാരാധനക്കാരുമായ ജനതയുടെ മധ്യേ തൻ്റെ സ്വതസിദ്ധമായ ആശാരിപ്പണി ചെയ്ത് പൈതലായ ഈശോയെയും പരിശുദ്ധ കന്യകയെയും സ്നേഹപൂർവം വളർത്തി പരിരക്ഷിക്കുന്നു. അതിനായി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു. തൻ്റെ ചിന്തയും ആലോചനയുമെല്ലാം ദൈവത്തോടൊപ്പമാക്കിയ ഈ നീതിമാൻ ദൈവം ക്ഷണിച്ചുകൊണ്ടാക്കിയ വിഗ്രഹാരാധനയുടെ ഈ അജ്ഞാത ദേശത്ത് താൻ സംശയിച്ചവളെയും കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉത്തമ ഭർത്താവായി തൻ്റെ കരുത്തുറ്റ കരങ്ങളിൽ താങ്ങി ഉയർത്തി സധൈര്യം നീങ്ങുന്നു. നിതാന്ത ജാഗ്രതയോടെ ഉണർന്നിരുന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഈ നീതിമാന്റെ ജീവിതത്തിൽ സ്വന്തം താല്പര്യങ്ങളോ സ്വാർത്ഥമോഹങ്ങളോ ലവലേശം പോലും ഇല്ലായിരുന്നു. പകരം അദ്ദേഹം ഉള്ളിൻ്റെ നെരിപ്പോടുകൾ ദൈവിക സ്വരത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തിൻ്റെ ചവിട്ടുപടികളാക്കുകയായിരുന്നു. ഒരു പുരാതന പാരമ്പര്യം പ്രസ്താവിക്കുന്നത് ജോസഫാത്ത് താഴ്വരയിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ശവക്കല്ലറ ഇപ്പോൾ ശൂന്യമാണെന്നാണ്. എന്നാൽ വിശുദ്ധ ജെറോം കണ്ടെത്തുന്നത് യൗസേപ്പിതാവിൻ്റെ ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഗത്സമൻ പൂങ്കാവനത്തിൻ്റെ അതിർത്തിയിൽ തന്നെയാണെന്നാണ്. ഇപ്പോഴും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിഗൂഢമാണ്. നന്മരണ മധ്യസ്ഥനായാണ് വിശുദ്ധ യൗസേപ്പിതാവിനെ കണക്കാക്കുന്നത്. ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും കൈകളിലാണ് വിശുദ്ധ യൗസേപ്പിതാവ് മരിച്ചത്. അതിനാൽ ഈ മരണം ഏറ്റവും ഭാഗ്യപ്പെട്ടതാണ്. കൊച്ചുകൂട്ടുകാരെ, ഈശോയുടെ പിതാവായ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ നിങ്ങളെല്ലാവരും പേരൻസിനോട് പറഞ്ഞ് ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് ഒരു വേർഡ് ഗെയിം കളിച്ചാലോ? അതിനെന്നാ, നമുക്ക് കളിക്കാലോ. ഈ പിക്ചേഴ്സിലുള്ള പേരുകൾ ബൈബിളിലുള്ള ചില ആളുകളുടെ പേരുകളാണ്. ഇത് ടെസ്സയ്ക്ക് പറയാൻ പറ്റുമോ? ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്താണിത്? ഇതെന്താ? കാലബാണോ? ശരി. യാബസ് ആണോ? ശരി. തിമോത്തി ആണോ? ശരി. ഹമാൻ ആണോ? ശരി. യോശുവയാണോ? മലക്കിയാവാണോ? ശരി ഉത്തരം. ആ ഗ്ലാസ്സിൽ എന്തായിരിക്കുന്നത്? ഞാൻ ക്ലൂ തരാം. ഇതിനുള്ളൊരു പാല. മിൽക്ക. ശരി ഉത്തരം. ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ?
ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഹാപ്പി ബർത്ത്ഡേ. അന്നമോളുടെ അടുത്തേക്ക് പോയാലോ റിസ? അതിനെന്താ, പോകാലോ. മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലക്കേ. അന്നമോളുടെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? പക്ഷെ മഴ കാരണം 2 ദിവസം ക്ലാസ്സിലായിരുന്നു. ആട്ടെ, അന്നമോൾക്ക് മഴ ഇഷ്ടമാണോ? അതെ മലക്കേ, മഴയത്ത് കളിക്കാനും കുളിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാ. എന്നിട്ട് എൻ്റെ അന്നമോള് മഴയത്ത് കളിക്കാറുണ്ടോ? ഇല്ലെന്നേ. അതെന്താ അന്നമോള് മഴ ഇഷ്ടമായിട്ടും മഴയത്ത് കളിക്കാത്തത്? അത് പിന്നെ എന്താ കാര്യം? അന്നമോള് പറഞ്ഞു. പനി വരും മഴയത്ത് കളിച്ചാൽ. ഷോ, അതുകൊണ്ട് അപ്പായും അമ്മയും എന്നെ മഴയത്ത് ഇറക്കൂല. അത് കഷ്ടമായി പോയല്ലോ അന്നമോളെ. ചിലപ്പോ എനിക്ക് ഒത്തിരി കൊതി തോന്നും മഴയത്ത് കളിക്കാൻ. അപ്പൊ അന്നമോൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല. മഴ കൊണ്ടാൽ പിന്നെ എനിക്ക് പനി പിടിക്കൂലേ? അപ്പൊ ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോന്നോ? അത് ശരിയാ അന്നമോള് പറഞ്ഞത്. പനി പിടിച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ മലാകെ? അതിനെന്താ, എന്റെ അന്നക്കുട്ടി ചോദിച്ചോ. അന്നമോളുടെ എല്ലാ സംശയങ്ങളും തീർക്കാനല്ലേ അന്നമോളുടെ ഈ കാവൽ മാലാഖ ഇവിടെയുള്ളത്. മഴ നനഞ്ഞാൽ ചില കുട്ടികൾക്ക് പനി പിടിക്കും, ചില കുട്ടികൾക്ക് പനി പിടിക്കില്ല. അതെങ്ങനെയാ മാലാഖെ? അന്നമോളോട് ഇതാരാ പറഞ്ഞത്? എന്റെ ക്ലാസ്സിലെ ജുവാനയാ പറഞ്ഞത്. ജുവാന മഴ നനഞ്ഞാൽ അവൾക്ക് പനി പിടിക്കൂലെന്ന്. അതുകൊണ്ട് എപ്പോൾ മഴ പെയ്താലും അവൾ മഴയത്തിറങ്ങി കളിക്കും. ചില കുട്ടികൾക്ക് അങ്ങനെ അന്നമോളെ. അവരുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ അഥവാ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. അതെന്താ മാലക്കെ? ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈറസുകളെ പ്രതിരോധിക്കാൻ അഥവാ വൈറസിനെ ഓടിക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള പ്രത്യേക തരം കഴിവിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമനുസരിച്ച് കുറഞ്ഞും കൂടിയും ഇരിക്കും. മാത്രമല്ല, ചില വിറ്റാമിനുകളുടെ കുറവ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യും. അതെങ്ങനെ മലക്കെ? നിങ്ങൾ കുട്ടികൾ എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കാറുണ്ടോ? ഇല്ല മലക്കെ. ഓരോരോ പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ചാലേ ആ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലെത്തൂ. ഇറച്ചിയും മീനും മാത്രം എപ്പോഴും കഴിക്കുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇനി ഇറച്ചിയും മീനും കഴിക്കാൻ പാടില്ലേ മലക്കെ? കഴിക്കാലോ. ഇറച്ചിയും മീനും കഴിക്കുന്നതിനോടൊപ്പം പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം കുട്ടികൾ കഴിക്കണം. ഒപ്പം പാലും കുടിക്കണം. അങ്ങനെ എല്ലാം അടങ്ങിയ നല്ലൊരു ആഹാര രീതി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല വിറ്റാമിനുകൾ ലഭിക്കൂ. അപ്പോഴാണ് ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത്. രോഗപ്രതിരോധ ശേഷി ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പനിയും മറ്റ് അസുഖങ്ങളും ഒന്നും പിടിപെടാതിരിക്കുക. അപ്പോഴെന്റെ അന്നമോളിനി എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കഴിക്കില്ലേ? തീർച്ചയായും മലക്കെ. എങ്കിലിനി എന്റെ അന്നമോള് വീട്ടിലോട്ട് പോയിക്കോട്ടോ. ബൈ മലക്കെ. ബൈ അന്നമോളെ. ഈ അന്നമോൾക്ക് എന്തോരം സംശയങ്ങളാണല്ലേ. അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ഇനി കളിമുറ്റത്തിൽ എന്തായിരിക്കും? കഥയാണോ? നമുക്കത് കണ്ടു നോക്കാം. കൂട്ടുകാരെ, എൻ്റെ പേര് ഹന്ന.
താഴ്മയിൽ നിന്ന് ദൈവം നിങ്ങളെ വലിയവനാക്കും. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. കേൾക്കണേ. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ രാജ്യത്തെ ഒരു കൊച്ചു ബാലകനായിരുന്നു ദാവീദ്. 8 സഹോദരന്മാരിൽ ഇളയവൻ അവനായിരുന്നു. അവൻ തൻ്റെ അച്ഛൻ്റെ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ടിരുന്നു. തമ്പുരമേട്ടനിൽ അവൻ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് അയൽദേശനായ ഫിലിസ്തീയർ പലപ്പോഴും പാവപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, മല പോലെ ഉയര, 6 മുഴത്തിനധികം ഉയര, അതിനടുത്ത വണ്ണം. അവന്റെ തലയിൽ പിച്ചള തൊപ്പയുണ്ടായിരുന്നു. ഇത് കണ്ടാൽ ആരെങ്കിലും വിറയ്ക്കാതിരിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. ഫിലിസ്തീന്റെ ശല്യം മൂലം ഇസ്രായേൽ ജനങ്ങൾക്ക് ആകെ പേടിയായി. ഇസ്രായേലിലെ ശൗൽ രാജാവ് പോലും ഭയന്ന് വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സന്ദർഭത്തിൽ രാജാവ് ഒരു വിളംബരം നടത്തി. ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. നാട്ടിലെ അംഗവീരന്മാര് പോലും ഈ വിളംബരം കേട്ടും തല ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്തത്. എന്നാൽ ബാലനായ ദാവീദ് രാജസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി. അടിയനെ അനുവദിച്ചാൽ മാത്രം മതി. എന്നാൽ ശൗൽ രാജാവിന് ചിരിയാണ് വന്നത്. ഇത്തിരിയുള്ള ഈ കൊച്ചു പയ്യനെ എങ്ങനെയാണ് ആ മല്യനെ തോൽപ്പിക്കുക? എങ്കിലും അവന്റെ ധീരതയെക്കുറിച്ചാണ് രാജാവ് ദാവീദിനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. കൊച്ചു ദാവീദ് കയ്യിൽ ഒരു വടിയും കവിണയും തോട്ടിൽ നിന്ന് പിറക്കിയ 5 കല്ലുകളുമായി ഗോലിയാത്തിന്റെ താവളത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്താ തെറ്റാലി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനെന്താ നിന്റെ വളർത്തുമൃഗമോ? ഇവിടെ വാ, നിന്റെ മാംസം പക്ഷിമികാദികൾക്ക് പിച്ചി ചേന്തി കൊടുക്കും. എന്നാൽ ബാലനായ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഗോലിയാത്തിനോട് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിക്കും. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഗോലിയാത്തിന് ദേഷ്യം വന്ന് ദാവീദിനെ ആക്രമിക്കാൻ ചെന്നു. ദാവീദ് കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ടാഞ്ഞെറിഞ്ഞു. കല്ല് ഗോലിയാത്തിന്റെ നെറ്റിൽ ആഞ്ഞു പതിഞ്ഞ് ഗോലിയാത്ത് മല പോലെ നിലപതിച്ചു. 5 കല്ലെടുത്ത് വെച്ച് പഞ്ഞു വന്ന ദാവീദ് ഒറ്റയെഴുതാ കിടക്കേണ്ട ഗോലിയാത്ത്. ഒരു നാടിനെ മുഴുവൻ നിർവിർപ്പിച്ച ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ നിസ്സാരനായ കൊച്ചു ദാവീദിന് സാധിച്ചത് ദൈവം അവന് നൽകിയ ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശരാതെ നമുക്ക് മുന്നേറാം. കൂട്ടുകാരെ, നിങ്ങൾ ഈ കഥയിൽ നിന്ന് എന്താണ് പഠിച്ചത്? ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ ദൈവം ഉയർത്തും. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്ന നന്ദി, നമസ്കാരം. നമ്മുടെ കൊച്ചു കൂട്ടുകാരി പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നല്ലേ കേൾക്കാൻ? എങ്കിൽ ഈ ആഴ്ച കളിമുറ്റത്തിലേക്ക് ചിത്രങ്ങൾ അയച്ചു തന്നിരിക്കുന്ന ആരൊക്കെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കും പടങ്ങൾ വരയ്ക്കാൻ കഴിവുകളുണ്ടെങ്കിൽ കളിമുറ്റത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശ്ശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ഇതിലും വ്യത്യസ്തമായ ഗെയിമുകളും സെഗ്മെന്റുകളുമായി ഞങ്ങൾ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.